ആദ്യത്തെ കാര്യം, കഴിഞ്ഞ 48 മണിക്കൂറായി വലിയ രീതിയിൽ ഒരു പ്രതിസന്ധിയിലൂടെയാണ് മോണോലിസയും ഫർമാനും കടന്നു പോകുന്നത്. മധ്യപ്രദേശിൽ നിന്ന് മോണോലിസയെ റിക്കവർ ചെയ്യാൻ തിരിച്ചു കൊണ്ടുപോകാനായി പോലീസുകാരുടെ ഒരു സൈസബിളായ സംഘം എത്തിയിട്ടുണ്ട്. അതിൽ വനിതാ പോലീസുകാരടക്കം മൊണാലിസയെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അപ്പോ ആദ്യം തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, മൊണാലിസ ഫർമാൻ ഖാൻ കല്യാണം ഒരു സോകോൾഡ് ലവ് ജിഹാദ് അല്ല, നിർബന്ധിത മതപരിവർത്തനമല്ല. മോണോലിസയോ ഫർമാൻ ഖാനോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മതം മാറിയിട്ടോ തുടങ്ങിയ കാര്യങ്ങളിലോ സംഭവിച്ചിട്ടില്ല. രണ്ടുപേർ പരസ്പരം കല്യാണം കഴിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചു. മൊണാലിസയ്ക്ക് വേണ്ടി മൊണാലിസയോടും ഫർമാനോടും സംസാരിച്ച റെക്കോർഡിങ്ങുകളുടെ പശ്ചാത്തലത്തിൽ മൊണാലിസയ്ക്ക് കേരളത്തിൽ ജീവിക്കാനാണ് ആഗ്രഹം. കൃത്യമായ വാക്ക് പറഞ്ഞാൽ, കേരള മേ ഘർ ബസാനാ ഹെ, എനിക്ക് എന്റെ കുടുംബം കേരളത്തിൽ നിൽക്കാനും ജീവിക്കാനുമാണ് ആഗ്രഹം. ഫർമാനോടൊപ്പം കേരളത്തിൽ ജീവിക്കാനാണ് മൊണാലിസ ആഗ്രഹിക്കുന്നത്. എന്നാൽ മധ്യപ്രദേശിലെ പോലീസ് മൊണാലിസയെ തിരിച്ചു കൊണ്ടുപോകാനാണ് വന്നത്. മധ്യപ്രദേശിലെ പോലീസ് ഓഫീസറായ സംഘത്തിന്റെ ഇൻചാർജായ ശ്രീ ഗണപത് സാറിനോട് വളരെ വിശദമായി ഞാൻ ഇന്നും ഇന്നലെയും ഒക്കെ സംസാരിച്ചിരുന്നു. ആ വിഷയങ്ങളും നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം ഇതിന്റെ എല്ലാം ഡിജിറ്റൽ കോപ്പി ഞാൻ പ്രസ് ക്ലബിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ, സോ ദാറ്റ് ഇറ്റ് ഈസ് ഈസി ഫോർ യു എന്നുള്ളത് കൊണ്ട് 3-4 കാര്യങ്ങൾ വളരെ വിശദമാക്കാൻ, നിയമത്തിന്റെ പരിധിക്കുള്ളിൽ നിന്ന് വിശദമാക്കാൻ ആഗ്രഹിക്കുകയാണ്. മൊണാലിസയ്ക്ക് 16 വയസ്സാണെന്നാണ് മധ്യപ്രദേശ് പോലീസിന്റെ അവകാശവാദം. ബഹുമാനപ്പെട്ട മധ്യപ്രദേശ് പോലീസ് ഓഫീസർ ശ്രീ ഗണപതുമായി വിശദമായി സംസാരിക്കുകയും മൊണാലിസ, ഫർമാൻ എന്നിവരുടെ വിഷയത്തിലെ സത്യം ചൂണ്ടിക്കാട്ടുകയും മൊണാലിസയ്ക്ക് 18 വയസ്സായി എന്ന് അദ്ദേഹത്തോട് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. മൊണാലിസ കഴിഞ്ഞ ദിവസങ്ങളിൽ, ഇന്നലെയും മിനിഞ്ഞാന്നുമായി മുഖ്യമന്ത്രി, DGP, എറണാകുളം പോലീസ് കമ്മീഷണർ എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് പ്രൊട്ടക്ഷൻ 2 പരാതികൾ, അഭ്യർത്ഥനകളാണ് നൽകിയിട്ടുള്ളത്. ഒന്ന്, പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആണ്. 2, തനിക്കെതിരെ വ്യാജ പരാതി നൽകുകയും വ്യാജ പ്രസ്താവനകൾ നടത്തുകയും തന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് അടക്കം മിസ്റെപ്രസെന്റും ചെയ്ത പ്രഥം ദൂബെ എന്ന വ്യക്തിക്കെതിരെ FIR ഇട്ട് കേസെടുക്കണമെന്നും ആ വിഷയത്തിൽ 164 സ്റ്റേറ്റ്മെന്റ് മൊണാലിസ തരാൻ തയ്യാറാണ് എന്നുമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. മൊണാലിസ മജിസ്ട്രേറ്റിന് മുമ്പിൽ മൊഴി കൊടുക്കാൻ തയ്യാറാണ്. പോലീസിന്റെ നിർദ്ദേശത്തിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. പ്രഥം ദൂബെക്കെതിരെയാണ് അവർ പരാതി കൊടുത്തിരിക്കുന്നത്. മൊണാലിസയ്ക്ക് കേരളത്തിൽ ജീവിക്കാനാണ് ഇഷ്ടം. ഇവിടെ ഫർമാനുമായി കുടുംബജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. മൊണാലിസയ്ക്കയുടെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നിർബന്ധിത മതപരിവർത്തനമോ സോകോൾഡ് ലവ് ജിഹാദോ ബാക്കി എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആൾക്കാരല്ല. രണ്ടുപേർ കല്യാണം കഴിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, അത്രമാത്രമാണ്. ഇനി മൊണാലിസയുമായി ഫർമാനുമായി നടത്തിയ സംഭാഷണത്തിൽ നിന്ന് ഏപ്രിൽ 15 രാത്രി 12:05 അവരെന്നെ വിളിക്കുന്നതിന്റെ പശ്ചാത്തലം, മിനിഞ്ഞാന്ന് ഞാനൊരു വീഡിയോ ശ്രീ ഗോവിന്ദ മാഷും ശ്രീ A.A. റഹീമിനെ അവലംബിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യുകയുണ്ടായി. അപ്പൊ ഇവരുടെ കല്യാണത്തിന് അതാണ് കേരളം എടുക്കേണ്ട സ്റ്റാൻഡ്, കേരളം എടുക്കേണ്ട പൊതു നിലപാട് അതാണെന്ന് പറയുകയുണ്ടായി. കേരളത്തിൽ അഭയം പ്രാപിച്ചവരാണ്, നമ്മളെ അഭയം തേടി വന്നവരാണ് മൊണാലിസ, ഫർമാൻ എന്നുള്ളവർ. അവർക്ക് അഭയം കൊടുക്കാനുള്ള സംസ്കാരവും ഉത്തരവാദിത്വവും നമ്മുടെ മലയാളികൾ കാണിക്കണം, കേരളം കാണിക്കണം. ഈ വിഷയങ്ങളൊന്നും അറിയാതെ, ഇത്രയും ആഴത്തിൽ ഈ വിഷയങ്ങളൊന്നും അറിയാതെ ശ്രീ ഗോവിന്ദ മാഷും ശ്രീ A.A. റഹീം MP ഒക്കെ എടുത്ത നിലപാട് എല്ലാ മലയാളികൾക്കും അഭിമാനമാണ് എന്ന് പറഞ്ഞാൽ വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ഫർമാനും മൊണാലിസയ്ക്കും ആരും അയച്ചു കൊടുത്തു. അവർ എന്റെ നമ്പർ തിരക്കി എന്നെ വിളിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞതാണ്. അപ്പോ ഇതാണ് അതിന്റെ പശ്ചാത്തലം. അപ്പൊ ആ കുട്ടി പറഞ്ഞ പ്രധാന കാര്യങ്ങൾ ഞാൻ ആ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യാം. എനിക്ക് പ്രായം 18 ആയി, എനിക്ക് കേരളത്തിൽ ജീവിച്ചാൽ മതി, മധ്യപ്രദേശിൽ പോകണ്ട, എനിക്ക് കേരളത്തിൽ ഒരു വീട് വേണമെന്നാണ് ആഗ്രഹം. എന്നെയും ഫർമാനെയും വേട്ടയാടുന്നു, വ്യാജ പരാതിയിൽ കേസെടുക്കാൻ നോക്കുന്നു, എന്നെ പിടിച്ചുകൊണ്ടുപോകാൻ ചിലർ ശ്രമിക്കുന്നു. ഞാനാണ് ഫർമാനോട് കല്യാണം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടത്, അതായത് ലവ് ജിഹാദൊന്നും അല്ല. ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നു. എന്നെ വേട്ടയാടുന്നതിനെതിരെ പരാതി അടക്കം കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. മൊണാലിസയ്ക്ക് വേണ്ടി ഹിന്ദിയിൽ ആ പരാതി തയ്യാറാക്കിയിട്ടുണ്ട്. അതിലെ അപ്ലോഡ് ചെയ്ത യൂട്യൂബിലെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. മൊണാലിസയുടെ മുഖ്യമന്ത്രിക്കും DGPക്കും എറണാകുളം പോലീസ് കമ്മീഷണർ വെച്ച പരാതിയുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് അദ്ദേഹത്തിന്റെ ഇവരെ നോട്ട് ടു അറസ്റ്റ് എന്ന് പറയുന്ന വിധിന്യായമുണ്ട്. നിങ്ങൾ അറിയേണ്ട സീരിയസ്നെസ്, ബഹുമാനപ്പെട്ട ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. അപ്പോൾ മധ്യപ്രദേശ് പോലീസിന്റെ ഒരു നിലപാട്, ഞങ്ങൾക്ക് മൊണാലിസയെ റിക്കവർ ചെയ്യണമെന്നാണ്. അതായത് അവരുടെ നിലപാടിൽ 18 വയസ്സായിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കുട്ടിയെ റിക്കവർ ചെയ്യണമെന്നാണ്. അപ്പൊ ഞങ്ങൾ വളരെ ബഹുമാന പുരസരം ഞാൻ മധ്യപ്രദേശിലെ പോലീസ് അവരോട് പറഞ്ഞു, സാർ അങ്ങനെയല്ല, ഈ കുട്ടിക്ക് എല്ലാ ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കോടതികളെ അപ്രോച്ച് ചെയ്യും.
മൊണാലിസ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലും മധ്യപ്രദേശ് ഹൈക്കോടതിയിലും അപ്രോച്ച് ചെയ്യാൻ ഒരുങ്ങുന്നുണ്ട്. നിയമോപദേശം കിട്ടുന്ന മുറയ്ക്ക് കേരള ഹൈക്കോടതി, മധ്യപ്രദേശ് ഹൈക്കോടതി ഏതിലാണ് പോകേണ്ടതെന്ന് പറഞ്ഞാൽ ചെയ്യും. കാര്യം വേറൊന്നും കൊണ്ടല്ല, ഹൈക്കോടതി ഓൾറെഡി ഈ മാറ്റർ കേട്ടുകൊണ്ടിരിക്കുകയാണ്, കേരള ഹൈക്കോടതി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് നോട്ട് ടു അറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഫർമാനെതിരെ ഇട്ടിരിക്കുന്ന കുറ്റം കിഡ്നാപ്പിംഗ് ആണ്. കിഡ്നാപ്പിംഗ് എന്നുള്ള കുറ്റമാണ് ഇട്ടിരിക്കുന്നത്. അത് നിലനിൽക്കാത്ത കുറ്റമാണെന്ന് എല്ലാവർക്കും അറിയാം. പരസ്പര സമ്മതത്തോടെ ഇവിടെ നിന്ന് കല്യാണം കഴിച്ചവർക്ക് കിഡ്നാപ്പിംഗ് കുറ്റം എങ്ങനെയാണ് നിലനിൽക്കുന്നത്? അപ്പൊ യഥാർത്ഥത്തിൽ ഇവരെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ബാക്കി പേജുകളിൽ നിങ്ങൾ നോക്കിയാൽ ഇവരുടെ ലഭ്യമായ ഇവരുടെ ഇമെയിൽ അയച്ചത്, അതിന്റെ സ്ക്രീൻഷോട്ട്, ഇവരുടെ കല്യാണത്തിന്റെ തെളിവുകൾ, ഈ കുട്ടിയുടെ പാൻ കാർഡ്, ഈ കുട്ടിയുടെ ഇലക്ഷൻ ID കാർഡ്, പഴയ ആധാർ കാർഡ്, പുതിയ ആധാർ കാർഡ് എല്ലാം. ഒന്ന് ആലോചിച്ച് നോക്കുക, വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത ആധാർ കാർഡല്ലേ ഫർമാന് ഗൂഢാലോചന നടത്തി ആധാർ കാർഡ് ഉണ്ടാക്കാൻ പറ്റൂ? ഫർമാൻ എങ്ങനെയാണ് ആ കൊച്ചുകുട്ടിയായിരിക്കുമ്പോ ആധാർ കാർഡ് എടുത്തത്? ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ആധാർ കാർഡ് എടുക്കാൻ പറ്റുക? കൃത്യമാണ്. ഈ കുട്ടി ജനിച്ചത് 2008 ജനുവരി 1-നാണ്. അടുത്തതാണ് യഥാർത്ഥത്തിൽ ക്രിമിനൽ കുറ്റം നടന്നിരിക്കുന്നത്. 2009 ഡിസംബർ 30-ന് ഈ കുട്ടിയുടെ സഹോദരനാണ് ജനിച്ചു എന്നാണ് ഇവർ പറയുന്നത്. ആ സഹോദരൻ ജനിച്ചതിനെ മൊണാലിസ ജനിച്ചതായി ചിത്രീകരിച്ചുകൊണ്ട് മൊണാലിസയ്ക്ക് 16 വയസ്സേ ആയുള്ളൂ എന്നാണ് മൊണാലിസയും ഫർമാനെയും പിരിക്കാൻ ആഗ്രഹിക്കുന്നവർ, തെറ്റിക്കാൻ ആഗ്രഹിക്കുന്നവർ, തിരിച്ചു കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യുന്നത്. അത് പോലീസുകാരാണെന്നല്ല പറയുന്നത്, ഈ പ്രഥം ദൂബെ അടക്കമുള്ള ആൾക്കാരാണ്. പോലീസുകാർക്ക് തങ്ങൾക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ, ഞാനപ്പോ അദ്ദേഹത്തോട് വളരെ ബഹുമാനത്തോടെ പറഞ്ഞു, സാർ ഞാൻ ഒരു അഡ്വക്കേറ്റ് മാത്രമല്ല, ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ്, സാർ ഇത് ചെയ്യുന്ന ദ്രോഹമാണെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് നിയമപരമായ ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടി, ഈ കാര്യങ്ങൾ പോയി അന്വേഷിക്കുക, അപ്പൊ കുട്ടിയെ റിക്കവർ ചെയ്യാൻ, നിങ്ങൾ അതുകൊണ്ട് കോടതിയിൽ പോകാൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട എറണാകുളം കമ്മീഷണർ കാളിരാജ് സാറിനെയും ഇന്നലെ ഗണപത്തിന്റെ നേതൃത്വത്തിൽ ഒരു ടീം ചെന്ന് കണ്ടിരുന്നു. സാറും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിന്യായങ്ങൾ അവർക്ക് ചൂണ്ടിക്കാട്ടി ആ കോപ്പി പോലീസിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കോപ്പികൾ അവർക്ക് കൊടുത്തു. അതിൽ ഫർമാനെയും മൊണാലിസയും നോട്ട് ടു അറസ്റ്റ് വെച്ചിട്ടുണ്ട്. പക്ഷേ മധ്യപ്രദേശ് പോലീസ് ആഗ്രഹിക്കുന്നത് ഈ കുട്ടികളെ റിക്കവർ ചെയ്യണമെന്നും മറ്റുമാണ്. കഴിഞ്ഞ 2 ദിവസമായി ഇവർ അതിന്റെ പേടിയിലും അതിന്റെ ടെൻഷനിലും ഒക്കെയാണ് നിൽക്കുന്നത്. പല സ്ഥലങ്ങളിലായിട്ട് ഇവർക്ക് ആകെ വറീഡാണ് എന്നുള്ളതാണ് സത്യം. നമുക്ക് ഇനിയും അവരുടെ സംഭാഷണം കൂടെ, മൊണാലിസയും ഫർമാനും ഞാൻ നടത്തിയ സംഭാഷണങ്ങളുടെ ഒരു പ്രസക്ത ഭാഗങ്ങൾ കേൾക്കാം. നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് അടക്കം തന്നിട്ടുണ്ട്. സോ ദാറ്റ് അത് റെക്കോർഡഡ് ആയിരിക്കട്ടെ എന്ന് പറഞ്ഞ് അതിന്റെ ലിങ്ക് അടക്കം തന്നിട്ടുണ്ട്. अगर एज कम थी तो मुझे छोड़ के क्यों गई? सरकार सबके लिए बनी है, एक के लिए नहीं बनी। मैं बताना था कि ऐसा है, मेरी लड़की की एज कम है, तो सरकार मदद नहीं करती। एक और बात മൊണാലിസയുടെ കയ്യിൽ പ്രോപ്പർ ഡോക്യുമെന്റ്സ് എല്ലാം ഉണ്ട്. ആ ഡോക്യുമെന്റ്സിന്റെ തെളിവുകളാണ് ഈ കാണുന്നതെല്ലാം. മൊണാലിസ ആധാर कार्ड, पैन कार्ड, इलेक्शन ID सभी है। मोनालिसा ये भी बताइए कि आज हमारा कॉन्टेक्स्ट ये है कि मध्य प्रदेश से आपको लेने के लिए एक पुलिस ऑफिसर आने की प्रोबेबिलिटी आपने समझा, उसके बारे में बताइए ताकि हम एक डॉक्यूमेंट। मेरी शादी हो गई, मैं अभी केरला में रहूंगी, नहीं जाऊंगी मध्य प्रदेश, मुझे केरला में रहना है। എനിക്ക് മധ്യപ്രദേശിൽ പോകണ്ട, എനിക്ക് കേരളത്തിൽ ജീവിച്ചാൽ മതി. അതാണ് മൊണാലിസയുടെ അടിസ്ഥാനപരമായ റിക്വസ്റ്റ്. കേരളമാണ് എനിക്കിഷ്ടം, എനിക്ക് കേരളത്തിൽ ജീവിക്കണം എന്നാണ് ആ പെൺകുട്ടിയുടെ ഏറ്റവും ബേസിക് നമ്മളോടുള്ള അഭ്യർത്ഥന. നിങ്ങളെ കല്യാണം കഴിക്കണം, നമുക്ക് കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കണം. ഫർമാൻ കുറച്ചുകൂടെ കഴിഞ്ഞ് കല്യാണം കഴിക്കാനും സിനിമകളൊക്കെ എടുക്കട്ടെ എന്ന് പറഞ്ഞ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ എന്റെ നിർബന്ധം, അതായത് മൊണാലിസയുടെ ഇഷ്ടത്തിനും താല്പര്യത്തിനുമാണ് ഞാൻ കല്യാണം കഴിച്ചത്. अफेयर जीवित रहे और हम अभी ये डॉक्यूमेंट कर रहा है ताकि ये स्पष्ट हो जाए मोनालिसा और मोहम्मद फरमान एक दूसरे के साथ खुश है। नहीं आ रहे हैं सर कि एक साथ 2 बच्चे कैसे हो सकते? मेरे भाई की भी उम्र 16 साल बता रहे, मेरी भी उम्र 16 साल बता रहे, मुझे कुछ समझ में नहीं आ रहा है। അനിയന്റെ പ്രായം 16, മൊണാലിസയുടെ പ്രായം 16. അതെങ്ങനെയാണ് ഒരു വീട്ടിൽ 16 വയസ്സുള്ള 2 കുട്ടികൾ ഒരുമിച്ചുണ്ടാകുക? ഇപ്പൊ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അനിയന്റെ പ്രായമാണ് 16. ആ അനിയന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് വെച്ച് അത് മൊണാലിസയുടെ ആണെന്ന് ചിത്രീകരിച്ച് ചെയ്യുന്നതാണ്. അത് എന്ത് ചെയ്തു എന്ന് അവരുടെ വാക്കിൽ തന്നെ നമുക്ക് കേൾക്കാം. ഞാൻ പറയുന്നില്ല, അവരുടെ വാക്കിൽ കേൾക്കാം. ഇത് പരാതി കൊടുത്തവർ വ്യാജമായിട്ടുണ്ടാക്കുകയും മിസ്റെപ്രസെന്റ് ചെയ്യുകയും ചെയ്യുകയാണ്. അതായത് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് മൊണാലിസയുടെ ഒറിജിനൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ്. ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം മൊണാലിസയോട് ചോദിക്കാതെ പോലും അവിടെ നിന്ന് ക്യാൻസൽ ചെയ്യുകയാണ്. എന്നിട്ട് പുതിയ വ്യാജ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുകയാണ്. सबको दिखा रहे हैं कि सर अगर आप भी जानकारी के लिए बता दें, जो वो रिकॉर्ड है जो दिखा रहे हैं कि मोनालिसा का जो है हॉस्पिटल का बर्थ सर्टिफिकेट है, वो इनके ब्रदर है जो भाई है, उनके छोटे भाई का रिकॉर्ड है। लड़का उस पर बड़ी की मात्रा डाल दी हिंदी में, लड़का
ലഡ്ക, അതായത് ഇവളുടെ അനിയൻ ജനിച്ചപ്പോൾ ഹോസ്പിറ്റൽ റെക്കോർഡ്സിൽ ലഡ്ക എന്ന് എഴുതിയിട്ടുണ്ട്. ഇവർ ആ സർട്ടിഫിക്കറ്റ് എടുത്ത് ലഡ്കയ്ക്ക് മേളിൽ ഒരു കുനിപ്പും കൂടിയിട്ട് ലഡ്കിയെന്നാക്കി അത് മൊണാലിസയുടെ സർട്ടിഫിക്കറ്റ് ആണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. ചെയ്യുന്ന കള്ളത്തരങ്ങളുടെ എക്സ്റ്റെന്റ് ആലോചിക്കണം. മൊണാലിസയുടെ സഹോദരൻ ജനിച്ചപ്പോൾ ലഡ്ക, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ആൺകുട്ടി പെൺകുട്ടി എന്ന് എഴുതിയാണല്ലോ തരുന്നത്, ലഡ്ക എന്ന് എഴുതുന്നതിന്റെ മേളിൽ ലഡ്കി എന്ന് എഴുതി വ്യാജമായി അത് മോണോലിസയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണെന്ന് പറഞ്ഞ് ഇവർ പരാതി കൊടുത്തത് ക്യാൻസൽ ചെയ്യിക്കുകയാണ്. അപ്പൊ ഇതിന്റെ പിന്നിൽ എത്ര ഉന്നത തലങ്ങളിൽ നിന്നുള്ള ഗൂഢാലോചനയുണ്ട് എന്ന് നമുക്ക് ചിന്തിച്ചാൽ മാത്രം മതി. അതായത് ആർക്കും നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ചെക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. മൊണാലിസയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ചെക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. മൊണാലിസയുടെ ബ്രദറിന്റെ ലഡ്ക എന്ന് എഴുതിയ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ മേളിൽ ഒരു കുനിപ്പിട്ട് ലഡ്കിയെന്നാക്കി മധ്യപ്രദേശിൽ ഈ പെൺകുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ എത്ര ആഴത്തിൽ എത്ര ഉന്നതരായ ആൾക്കാർ ഇടപെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ വെറുതെ ചിന്തിച്ചാൽ മതി. കാര്യം ആ ഹോസ്പിറ്റലിൽ തന്നെ മൊണാലിസയുടെ വേറെ ഉണ്ട്. മൊണാലിസയ്ക്ക് 5ഓളം ബാക്കി ഡോക്യുമെന്റുകളുണ്ട്. കേരള സ്റ്റോറി 1 പോലുള്ള പ്രൊപ്പഗാൻഡ സിനിമകളുടെ അപകടം. നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാം ഒരുമിച്ച് നിന്ന് ഒരുപക്ഷെ ഇടതോ വലതോ മധ്യമോ ഇല്ലാതെ നമ്മൾ തെള്ളി പറയും. നോർത്ത് ഇന്ത്യയിലൊക്കെ പല ഭാഗങ്ങളിലും കേരളത്തിൽ നിന്ന് 32,000 പെൺകുട്ടികൾ തീവ്രവാദത്തിന് മതം മാറി സിറിയെ പോയി എന്നൊക്കെ പറയുന്ന കഥകളി വിശ്വസിച്ച് ഇത് കേരള സ്റ്റോറി ആയി എന്ന് ഞങ്ങളുടെ നാട്ടിൽ പ്രചരിപ്പിക്കുകയാണ്. ഇതൊരു കേരള സ്റ്റോറി ആയി. യഥാർത്ഥത്തിൽ ഇവരുടെ സ്റ്റോറിയാണ് നന്മയുള്ള കേരള സ്റ്റോറി. പക്ഷേ ഇത് കേരള സ്റ്റോറി എന്ന് പറയുന്ന നെഗറ്റീവ് രീതിയിലായി എന്ന് അവരുടെ നാട്ടിൽ പ്രചരിപ്പിക്കുകയാണ്. टेंशन रही है सिर्फ एक बात, आपका स्टोरी जैसे मलयालम या हिंदी या कोई भी भाषा हो, आपका स्टोरी मूवी होना चाहिए. जरूर आपका स्टोरी सक्सेसफुल लव स्टोरी के हिसाब से मूवी हो जाए और बहुत लोग देखे और आपको करियर में भी आधी से ज्यादा फैमिली को हमारे बारे में पता था. इनकी माता जी ने हमें बोला आज्ञा दी, उसी टाइम हमने शादी की प्लानिंग की, अदरवाइज नहीं. ഞങ്ങളുടെ വീട്ടിലെ പകുതിയിലധികം ആൾക്കാർക്ക് ഞങ്ങളുടെ ബന്ധത്തെ കുറിച്ച് നന്നായിട്ട് അറിയാം. അമ്മയടക്കമുള്ളവർ അറിയുകയും അമ്മയോട് സംസാരിക്കുകയും ചെയ്തതിന്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പൊ അമ്മയാണ് പരാതി കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാണ് അവർ വന്നിരിക്കുന്നത്. ഇവരുടെ വീട്ടിൽ ഞങ്ങളുടെ ബന്ധത്തെ കുറിച്ച് അറിയാം. എന്റെ അമ്മയുടെ ഫോൺ വന്നു, മൊണാലിസയുടെ അമ്മയുടെ ഫോൺ വന്നു, നിങ്ങൾ കല്യാണം കഴിച്ചോ, അവർക്ക് എതിർപ്പ് കാണും, പക്ഷെ നിങ്ങൾ കല്യാണം കഴിച്ചോ ഇല്ലെങ്കിൽ നിന്നെ വേറെ പിടിച്ച് കെട്ടിക്കും എന്ന് പറഞ്ഞ് എന്റെ അമ്മയുടെ ഫോൺ വന്നു. ഞാൻ ഒന്നുകൂടെ അതില്ല, നിങ്ങൾ ശ്രദ്ധിക്കണം. കാര്യം അമ്മയാണ് പരാതി കൊടുത്തിരിക്കുന്നത്. പല നമ്മുടെ ഈ തീവ്ര ഇതിനെ എതിർക്കുന്ന ആൾക്കാർ പറയുന്നത് കേൾക്കാമല്ലോ. അല്ല, ഹിന്ദി ആയതുകൊണ്ട് വെറുതെ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ റീസൺ വേറെ ഒന്നും കൊണ്ടല്ല. ആ പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്, അതൊന്നുകൂടി ഇടുകയാണ്. ഇതിന്റെ ഫുൾ വീഡിയോയും ഉണ്ട്, കാണാം, ഡിജിറ്റലി എടുക്കാം. आधी से ज्यादा फैमिली को हमारे बारे में पता था. इनकी माता जी ने हमें बोला आज्ञा दी, उसी टाइम हमने शादी की प्लानिंग की, अदरवाइज नहीं करते. इनकी माता जी का फोन आया था, मदर का फोन आया था कि शादी करो, वरना इसकी शादी उधर तय हो गई है. अभी 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 बहुत सारा पॉलिटिक्स हमारा देश में, ये बहुत सारा पॉलिटिक्स है ना. ഇതല്ലേ കാര്യം മാഡം, ഇതില്ലാതെ വേറെ ഏതെങ്കിലും കാര്യത്തിലേക്ക് കിടക്കാറുണ്ടോ? അതായത് പറഞ്ഞു എന്നുള്ളതല്ലേ കാര്യം, അല്ലാതെ വേറെ ഏതെങ്കിലും കാര്യം ഉണ്ടോ ഇവിടെ? അപ്പോ മൊണാലിസയുടെ, അതല്ലേ ഞാൻ മലയാളത്തിൽ പറഞ്ഞു. അപ്പൊ മൊണാലിസയുടെ അമ്മ ഇവരെ വിളിച്ച് കല്യാണം കഴിച്ചോളൂ എന്ന് പറഞ്ഞു. ഞങ്ങളുടെ വീട്ടുകാർക്ക് ഈ കാര്യം അറിയാം. അവരുടെ വീട്ടിൽ ഒരു പക്ഷേ എതിരഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം. നമ്മുടെ നാട്ടിൽ ഇന്റർ റിലീജിയസും ഇന്റർ കാസ്റ്റും മാരേജ് നടക്കുമ്പോൾ ഒക്കെ എതിരഭിപ്രായങ്ങളും അനുകൂല അഭിപ്രായങ്ങളും ഉണ്ടാകാറില്ലേ? പക്ഷേ നീ കല്യാണം കഴിച്ചില്ലെങ്കിൽ നിന്നെ ഇവിടെ വേറെ പിടിച്ച് കല്യാണം കഴിപ്പിക്കും, അതുകൊണ്ട് നീ കല്യാണം കഴിച്ചോളൂ എന്ന് മൊണാലിസയുടെ അമ്മയടക്കം ഇവരെ വിളിച്ചു പറഞ്ഞത് ഇവരുടെ കയ്യിലുണ്ട്. ആ അമ്മയാണ് ഇവർക്കെതിരെ പരാതി കൊടുത്തു എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ നടക്കുന്നത് മൊണാലിസയെ കൊടുക്കാൻ, മൊണാലിസയും ഫർമാനും തമ്മിലുള്ള വിവാഹം തെറ്റിക്കാൻ, ഇവരെ പിരിക്കാൻ, മൊണാലിസയെ തിരിച്ചു കൊണ്ടുപോകാൻ ഉന്നത തലത്തിൽ അല്ലെങ്കിൽ ശക്തരായ പല ആൾക്കാർ, പോലീസുകാരല്ല, പോലീസുകാർക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടി വരുന്നതാണ്, ശക്തരായ പല ആൾക്കാരും അങ്ങനെ തന്നെ പറയുന്നുണ്ട്. പവർഫുൾ പീപ്പിൾ, കൂടുതൽ കേട്ടാൽ നിങ്ങൾക്ക് അറിയാം, അതിന്റെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. പവർഫുൾ ആയ കുറെ ആൾക്കാർ ഞങ്ങളെ സ്പ്ലിറ്റ് ചെയ്യിക്കാൻ വേണ്ടി ഇത് ചെയ്യുന്നുണ്ട്. ഇതാണ് മൊണാലിസയ്ക്കും ഫർമാനും കേരളത്തോട് പറയാനുള്ളത്. ഇനി രണ്ട്, എനിക്ക് കേരളത്തോട് പറയാനുള്ളത്, നമ്മളുടെ കേരളം ഇവർക്ക് തീർച്ചയായിട്ടും അഭയം നൽകണം, തീർച്ചയായിട്ടും ഇവർക്ക് പ്രൊട്ടക്ഷനും സെക്യൂരിറ്റിയും നൽകണം. ഇവരുടെ 4-ലധികം പ്രോപ്പർ ഗവൺമെന്റ് ഡോക്യുമെന്റ്സ്, അതിൽ ഈ പെൺകുട്ടിക്ക് ഇലക്ഷന് വോട്ടിങ്ങിനടക്കം ഈ പെൺകുട്ടിക്ക് റൈറ്റ് എന്നുള്ള മധ്യപ്രദേശ് ഗവൺമെന്റിന്റെ ഡോക്യുമെന്റ്സ് ആണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ ബോധപൂർവം ഈ കുട്ടിയുടെ അനിയന്റെ ജന്മദിനം ഈ കുട്ടിയുടെ ജന്മദിനമായി മിസ്റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അവിടെ ഈ പെൺകുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യുകയും ഫർമാനെ കൊടുക്കാനും മൊണാലിസയെ തിരിച്ചു കൊണ്ടുവരാനും
തിരിച്ചു കൊണ്ടുപോകാനും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ കേരളം ഒറ്റക്കെട്ടായി പ്രതിരോധിക്കണം. കാര്യം നമ്മുടെ നാട്ടിൽ അഭയം തേടി വന്ന വ്യക്തികളാണ്, നമ്മുടെ നാട്ടിൽ ആശ്രയം തേടി വന്നവരാണ്. അവർക്ക് കേരളത്തിൽ ജീവിക്കാനാണ് ആഗ്രഹം. 18 വയസ്സ് ഇവർക്ക് കഴിഞ്ഞു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ തെളിവുകളും കാര്യങ്ങളും ഉണ്ട്. ഇതാണ് പറയാനുള്ളത്. ഹൈക്കോടതിയെയും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും മധ്യപ്രദേശ് ഹൈക്കോടതിയും ഈ വിഷയത്തിൽ നിയമോപദേശം നൽകുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന കണക്കിൽ അവർ അപ്രോച്ച് ചെയ്യും. അതോടൊപ്പം പോലീസിന്റെ നിർദ്ദേശങ്ങൾ അടക്കം മറ്റും എടുത്തുകൊണ്ട് അവർ FIR രജിസ്റ്റർ ചെയ്യുന്ന മുറയ്ക്ക് അല്ലെങ്കിൽ ഏതാണ് നിയമ നടപടിയായിട്ട് മുമ്പോട്ട് പോകുന്ന മുറയ്ക്ക് നമ്മുടെ 164 സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യും. ഇതാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലെ സമ്മറി നിങ്ങളെ അറിയിക്കാൻ ഉള്ളത്. നെ കുറിച്ച് അങ്ങനെ നെഗറ്റീവ് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഈ ദൂബെ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പരാതി ഈ കാണുന്ന രീതിയിൽ മിസ്റെപ്രസെന്റ് ചെയ്യുകയും, പ്രഥം ദൂബെ എന്നാണ് അദ്ദേഹത്തിന്റെ പേരെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രഥം ദൂബെക്കെതിരെയാണ് മോണാലിസ പരാതി കൊടുത്തിരിക്കുന്നത്. ഈ പ്രഥം ദൂബെ മിസ്റെപ്രസെന്റ് ചെയ്യുകയും ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ കാര്യം മാറുകയും ഇത് ലവ് ജിഹാദാന്ന് പ്രചരിപ്പിക്കുകയും ഒരുപാട് വ്യാജ കഥകൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. അതിനെതിരെ കൂടിയാണ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരിക്കുന്നത്. കാര്യം യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടി പറയുന്നത് കേട്ടപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ടിവിയിലൂടെയുള്ള അറിവൊക്കെ ഉള്ളൂ. ഞാൻ വിചാരിച്ചിരുന്നത് പേരൻസും ഇവരും തമ്മിലുള്ള പ്രശ്നവും കാര്യമാണ്. അപ്പം ഒന്നെങ്കിൽ പേരൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്ത്, അല്ലെങ്കിൽ പേരൻസ് അത് ഇതിൽ പറയുന്നുണ്ട്, ബാക്കി നിങ്ങൾക്ക് കേട്ടാൽ അറിയാം, അവരത്ര അറിവും പഠിപ്പും വിവരവും ഒന്നും ഉള്ളവരല്ല. അപ്പൊ അവരെ മനഃപൂർവ്വം പറഞ്ഞ് തെറ്റിച്ച്, അവരെ പറഞ്ഞ് മിസ്റെപ്രസെന്റ് ചെയ്ത് ഇവർക്ക് പണി കൊടുക്കാനായി ചില ആൾക്കാർ ബാക്കിൽ നിന്ന് ചെയ്യുന്നതാണ്. ഈ പെൺകുട്ടിയുടെ അമ്മയടക്കം വീട്ടുകാർക്കറിയാം, ഒരുപക്ഷെ എതിരഭിപ്രായം അനുകൂല അഭിപ്രായം ഒക്കെ കാണാം, വീട്ടുകാർക്കടക്കം അറിയാം. അമ്മയടക്കം വിളിച്ച് ആജ്ഞ എന്ന് പറഞ്ഞാൽ നിർദ്ദേശമെന്നോ അനുവാദമെന്നോ അല്ലെങ്കിൽ അനുമതിയെന്നോ ആശീർവാദമെന്നോ ഒക്കെ എടുക്കാം. ആ ആജ്ഞ കൊടുത്തിട്ടാണ് ഇവർ ഈ കല്യാണത്തിലേക്ക് തന്നെ പോയത്. എങ്ങനെ അറിയാൻ പറ്റും? ഒന്ന്, സംഘപരിവാറിനെ എനിക്ക് ബഹുമാനമാണ്, RSSനെ ബഹുമാനമാണ്. പക്ഷേ അല്ല, പ്രഥം ദൂബെ എന്ന് പറയുന്ന വ്യക്തിയല്ലേ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ കരിവാരി തെച്ചിട്ടോ കുറ്റം പറഞ്ഞിട്ടോ ഇതിൽ അർത്ഥമില്ല. ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ, ഇടതാണെങ്കിലും വലതാണെങ്കിലും മധ്യമാണെങ്കിലും ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? RSSന്റെ ഒരുപാട് പരിപാടിക്ക് പോയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. ഹിന്ദു പരിവാർ പ്രസ്ഥാനങ്ങളുടെ സംഘപ്രസ്ഥാനങ്ങളുടെ പരിപാടിക്ക് പോയിട്ടുള്ള വ്യക്തിയാണ്. അവരെ എനിക്ക് ബഹുമാനമാണ്. മുസ്ലിം വിഷയത്തിൽ മുസ്ലിങ്ങളോടുള്ളവരുടെ സമീപനത്തിൽ എനിക്ക് വിയോജിപ്പുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ കുറ്റം പറയുന്നതിൽ അർത്ഥമില്ല. ഒരു വ്യക്തി അവിടെ സ്പെസിഫിക്കലി ഉണ്ടല്ലോ, പുള്ളി ഒരു പക്ഷേ തീവ്ര ഹിന്ദുത്വവാദി ആയിരിക്കാം. ഞാൻ നല്ലൊരു ഹിന്ദു വിശ്വാസിയാണ്, ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ്. പല ഹിന്ദു കോസുകൾക്കും വേണ്ടി അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടന്നിട്ടുള്ള വ്യക്തിയാണ്. ശബരിമല കോസിന് വേണ്ടി അടക്കം ആദ്യം ജയിലിൽ പോയതും അറസ്റ്റ് ചെയ്തത് പിന്നെയാണ്. പക്ഷേ ഇത് കാണിക്കുന്നത് ഭയങ്കര മര്യാദയാണ്. ഇത് കാണിക്കുന്നത് പരമദ്രോഹമാണ്. ഇത് കാണിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഒരു യുവാവിനോടും യുവതിയോടും കാണിക്കുന്ന അതിഭീകരമായ ഹരാസ്മെന്റ് ആണ്. അവർ കഴിഞ്ഞ 2 ദിവസം നേരിട്ട കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാൻ ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും അവർക്ക് ഇതേപോലെ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ അവർക്ക് പറയാൻ കഴിയട്ടെ. കഴിഞ്ഞ 2 ദിവസമായി അവർ അനുഭവിച്ച ടെൻഷൻ, ഹരാസ്മെന്റ്, അവർക്ക് എന്താ പറയുന്നത്, സുരക്ഷിതത്വം ഇല്ലായ്മ അതിഭീകരമാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് അവർ അനുഭവിച്ചത്. അവരുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് നല്ല മലയാളികളായ കേരളത്തിലെ സുഹൃത്തുക്കളുണ്ട്. ആ സുഹൃത്തുക്കൾ പോലും അനുഭവിച്ച ഹരാസ്മെന്റ്. അവരുടെ ആരുടെയും പേര് ഞാൻ പറയുന്നില്ല, അവർക്കൊക്കെ ദൈവം അനുഗ്രഹം നൽകട്ടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കുറച്ച് നല്ല മലയാളികളായ നമ്മുടെ കേരളത്തിലെ വ്യത്യസ്ത ഈ ജാതിമത വിഭാഗങ്ങളിൽപ്പെട്ടവർ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവര് പോലും അനുഭവിച്ച ഹരാസ്മെന്റ് വളരെ കൂടുതലാണ്. ഡീറ്റെയിൽസ് പറയാൻ കഴിയാത്തതുകൊണ്ട് പറയുന്നില്ല. അവരടക്കം അനുഭവിച്ച, അവരൊക്കെ എടുത്ത ത്യാഗങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് വെളിയിൽ അറിയാൻ പോലും പോണില്ല. പക്ഷെ അവർക്ക് ദൈവാനുഗ്രഹം നൽകട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ. അവരുടെ പേര് പോലും ഞാൻ പറയുന്നില്ല. അവരെ അടക്കം ചില ആൾക്കാർ വിളിച്ച് സമ്മർദ്ദത്തിലാക്കുകയും പ്രശ്നമാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്യാനാണ്? മൊണാലിസയ്ക്ക് 16 വയസ്സല്ല, 18 വയസ്സാണ്. ഇനി നമ്മൾ വിചാരിച്ച 16 വയസ്സാക്കാൻ പറ്റൂ? 1.5 വർഷം മുമ്പത്തേക്ക് അവളുടെ 1.5 വർഷം ശേഷത്തേക്ക് അവളുടെ ജന്മം മാറ്റാൻ പറ്റൂ? ഈ 3-4 രേഖകളില്ലേ? ഫർമാനും മൊണാലിസയും പരിചയപ്പെട്ടിട്ട് ഏതാനും കുറച്ച് കാലങ്ങളിലേ ആയിട്ടുള്ളൂ. 10 വർഷം മുമ്പ് അവളെടുത്ത രേഖ ഫർമാൻ ടൈം മെഷീനിൽ കൊണ്ടുപോയി കണ്ടുണ്ടാക്കിയോ? കള്ളം പറയുന്നതിനൊക്കെ ഒരു മടിയും ഭയവും വേണ്ടി. അതായത് നിങ്ങളുടെ ഇരിക്കുന്നത് മൊണാലിസയെ നോക്കിയാൽ ചെറിയ പ്രായത്തിലുള്ള മൊണാലിസയുടെ കാർഡടക്കമാണ്. അതിനിടയ്ക്ക് വ്യാജ പ്രചരണങ്ങളുടെ ഏറ്റവും വലിയ കോലാഹലങ്ങളും. ഒരാൾ തമാശയ്ക്ക് വീഡിയോ ചെയ്തു, മൊണാലിസ ഒളിച്ചോടിയെന്ന്. ഇയാളുടെ മുഖഭാവമുള്ള ഒരാൾ വീഡിയോ ചെയ്തു, അപ്പൊ മൊണാലിസ ഒളിച്ചോടിയതിന്റെ പിന്നിൽ ബാക്കി താല്പര്യങ്ങളാണെന്ന് പറഞ്ഞ അടുത്ത കഥ. ഇതെല്ലാം ഒരുപക്ഷെ കുറച്ച് മെച്ചുറായി നിൽക്കുന്ന നമ്മളെ പോലെയോ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിൽ നിൽക്കുന്നവർക്കോ ഓക്കെയാണ്. ഇവർക്ക് ഇതിന്റെ പ്രഷറും ടെൻഷനും താങ്ങാൻ കഴിയുന്നില്ല. കേരളത്തിൽ ഈ അവസ്ഥയാണെങ്കിൽ കേരളം വിട്ടാലുള്ള ദുരവസ്ഥ എന്തായിരിക്കും? നമ്മുടെ കേരളത്തിൽ നിന്നിട്ട് പോലും ഇന്ത്യയിലെ ഏറ്റവും സേഫും പ്ലൂറലിസ്റ്റിക്കും സെക്യുലറും മതസൗഹാർദ്ദമുള്ള സ്പേസ് ആണ് കേരളം. കേരളത്തിൽ ഇവർക്ക് ഇത്രമാത്രം സ്ട്രെസ്സും ടെൻഷനും ആണെങ്കിൽ കേരളം വിട്ടാൽ എന്തായിരിക്കും? അതുകൊണ്ട് എനിക്ക് കേരള ഗവൺമെന്റ്, ഇനി അതുകൂടെ പറഞ്ഞ് അവസാനിക്കും, എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും കേരള ഗവൺമെന്റിനോടും അഭ്യർത്ഥിക്കാനുള്ളത്, മൊണാലിസ നമ്മളെ അഭയം തേടിയവരാണ്.
അല്ലെങ്കിൽ ഇനി ഏത് പാർട്ടി വന്നാലും നാളെ മറ്റ് ഏത് ഭരണം മാറിയാലും ഭരണം മാറിയില്ലെങ്കിലും മുഖ്യമന്ത്രി അവർകളോട്, ആഭ്യന്തരമന്ത്രിയോട്, DGPയോട്, കമ്മീഷണറോട്, പോലീസ് സംവിധാനത്തോടുള്ള അഭ്യർത്ഥന, നമ്മുടെ കേരളത്തെ വിശ്വസിച്ച് കേരളത്തിൽ വന്ന് വിവാഹം ചെയ്തവരാണ് മൊണാലിസ ഫർമാൻ എന്നുള്ളവർ. അവർ മതം മാറിയിട്ടില്ല, മതം മാറാൻ ഉദ്ദേശിക്കുന്നില്ല. അവർക്ക് അമ്പലത്തിൽ വെച്ചാണ് കല്യാണം നടത്തിയത്. രണ്ടുപേർക്കും സിനിമാ രംഗത്തെ താല്പര്യങ്ങളാണ്. എന്റെ ഘർ ബസാന, എനിക്ക് കുടുംബം ഫർമാനുമായിട്ട് കേരളത്തിൽ ജീവിക്കണമെന്നാണ് ആഗ്രഹം. 18 വയസ്സ് കഴിഞ്ഞ ഒരു പെൺകുട്ടിക്ക് ആ അവകാശം ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്. നമ്മളെ തേടി വന്ന, നമ്മളെ അഭയം പ്രാപിച്ചവരെ എന്നും സ്വീകരിച്ച സംസ്കാരമാണ് ഇന്ത്യക്കും കേരളത്തിനും ഉള്ളത്. ആ സംസ്കാരം നമ്മൾ കാണിക്കണം. അതിശക്തമായി മോണോലിസയെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാട് കേരള ഗവൺമെന്റ് എടുക്കണം. അത് മുമ്പ് ഈ വിഷയത്തിലല്ല, മുമ്പ് ശ്രീ ഗോവിന്ദ മാഷ് അടക്കം, ശ്രീ A. റഹീം MP അടക്കം ഈ വിഷയത്തിൽ എടുത്ത നിലപാട് മാതൃകാപരമാണ്, നല്ലതാണ്. നിങ്ങൾക്കെല്ലാം ഒരുപക്ഷെ അറിയുന്നത് പോലെ കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട് ഒരു വിഷയത്തിൽ യോജിക്കുന്ന വ്യക്തിയല്ല ഞാൻ. എന്റെ 20 വർഷത്തെ ജീവിതത്തിൽ എന്നും അവരോട് യുദ്ധം ചെയ്ത് നിൽക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഞാനൊരു വലതുപക്ഷ ആക്ടിവിസ്റ്റാണ്, അവർ ഇടതുപക്ഷക്കാരാണ്. പക്ഷേ ഗോവിന്ദ മാഷ് ഇത് കേരള സ്റ്റോറിയാണ്, നന്മയുടെ കേരള സ്റ്റോറിയാണെന്ന് പറയുന്ന നിലപാട്, അവിടെ പോയ നിലപാട് ശ്ലാഘനീയമാണ്, അഭിനന്ദനാർഹമാണ്. അതാണ് ഒരു മലയാളി എടുക്കേണ്ട നിലപാട്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇതിന്റെ ഒരു നിലപാടെടുത്ത്, കേരളം ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന, മതസൗഹാർദ്ദം ഉയർത്തിപ്പിടിക്കുന്ന ഒരു നിലപാടെടുത്ത് മൊണാലിസ ഫർമാൻ ദമ്പതികൾക്ക്, ഒരു കല്യാണം കഴിഞ്ഞിരിക്കുന്നതാണ്, ദമ്പതികൾക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകണം. നിയമപരമായിട്ട് എല്ലാ സപ്പോർട്ടും നമ്മൾ നൽകുന്നു. ഞങ്ങൾ ഓൾറെഡി കേരള ഹൈക്കോടതി മൂവ് ചെയ്യാനും വേണ്ടി വന്നാൽ മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ മൂവ് ചെയ്യാനുമുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മൊണാലിസ മജിസ്ട്രേറ്റ് അടക്കം സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ തയ്യാറാണ്. ആ വിഷയത്തിൽ കേരളം അവരെ പിന്തുണയ്ക്കണമെന്നാണ് ഞങ്ങളോട് അഭ്യർത്ഥിക്കാറുള്ളത്.